ഈർപ്പത്തിനും ചെതലിനൊക്കെ പേടിച്ചിട്ട് ഈ കിച്ചണിലത്തെ കബേർഡും ബാത്റൂമിലത്തെ ക്യാബിനറ്റും ഒക്കെ PVC ബോർഡ് ഉപയോഗിച്ച് ഫർണിഷ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാം കേട്ടോ. ഞാൻ ഈ അടുത്ത് എനിക്ക് അറിയുന്ന ഒരു വീടിന്റെ ബാത്റൂം യൂസ് ചെയ്യാനിടയായി. നല്ല ഒരു മോഡേൺ സെറ്റപ്പിലുള്ള ഒരു ബാത്റൂം. പക്ഷെ അവർ വാഷിന്റെ ഇടയിൽ യൂസ് ചെയ്ത ക്യാബിനറ്റിന്റെ ഡോർ ഹാങ് ആയിട്ടായിരിക്കണേ, തൂങ്ങി കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവർക്ക് എത്ര ഫിക്സ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയണേ. അപ്പൊ അന്ന് കാർപ്പൻറ്റർ ഈർപ്പുള്ള സ്ഥലമല്ലേ, ഇവിടെ PVC ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരത് ഫർണിഷ് ചെയ്തത്. ഈ PVC ബോർഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. കറക്റ്റ് ഡെൻസിറ്റിയിലുള്ള ബോർഡ് എടുത്തില്ലെങ്കിൽ അത് സൂക്ഷിക്കണം. ഈ പ്ലൈവുഡിൽ ഗ്രേഡുകൾ പറയുന്ന പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ PVC ബോർഡിൽ ഡെൻസിറ്റി പറയുന്നത്. 0.7 അതിന്റെ മുകളിലേക്കുള്ള ഡെൻസിറ്റി ഉള്ള ബോർഡുകൾ എടുത്തില്ലെങ്കിൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. കേരളത്തിൽ വൺ ഓഫ് ദ മെയിൻ ബ്രാൻഡുകളാണ് ഈ തോംസന്റെ മൾട്ടിവുഡ് എന്ന് പറഞ്ഞ PVC ബോർഡ്, പിന്നെ ഡെൻവുഡ്, ബെസ്റ്റ് വുഡ് ഒക്കെ. അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക.